പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. 2023 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുൻപേ 2 വീഡിയോ ഉണ്ടായിരുന്നു. അതാദ്യം കാണാത്തതുണ്ടെങ്കിൽ അതൊന്ന് കാണാൻ ശ്രമിക്കുക. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളാണിത്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിലെ കുറച്ച് ഭൂപ്രദേശം ഇടുക്കി ജില്ലയുടെ ഇടമലക്കുടി വില്ലേജിനോട് കൂട്ടിച്ചേർത്തതോടെയാണ് ഇടുക്കി ഏറ്റവും വലിയ ജില്ലയായത്. പാലക്കാടാണ് രണ്ടാം സ്ഥാനത്തായി. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം നേടിയത് കേരളം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം നേടിയത് കേരളം. കൂടുതൽ ചികിത്സ നൽകിയ സംസ്ഥാനം, കാഴ്ച പരിമിതർക്കായി പ്രത്യേകം ലഭ്യമാക്കിയ സേവനങ്ങൾ, മികവുറ്റ പ്രവർത്തനങ്ങൾ എന്നീ 2 വിഭാഗങ്ങളിലാണ് പുരസ്കാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ചൈനയിൽ നിന്നുള്ള ഷെൻഹുവ 15. സഹകരണ ബാങ്കുകളിലെ ഉപഭോക്താക്കൾക്ക് കേരള ബാങ്കിലൂടെ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് കോ ബാങ്ക്. സഹകരണ ബാങ്കുകളിലെ ഉപഭോക്താക്കൾക്ക് കേരള ബാങ്കിലൂടെ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് കോ ബാങ്ക്. 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതി കെടാവിളക്ക്. 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയാണ് കെടാവിളക്ക്. 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് നേടിയത് പോളിഷ് സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തുമായ ക്രിസ്റ്റോഫ് സനൂസി. തിരുവനന്തപുരത്ത് നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ സിനിമ ഈവിൾസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. തിരുവനന്തപുരത്ത് നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ സിനിമ ഈവിൾസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. മികച്ച ചിത്രത്തിനുള്ള രജത ചകോരവും മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിനുള്ള അവാർഡ് തടവ്. സംവിധാനം ഫാസിൽ റസാഖ്. മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം നേടിയത് ആട്ടം. സംവിധാനം ആനന്ദ് ഏകർഷി. മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം നേടിയത് ആട്ടം. സംവിധാനം ആനന്ദ് ഏകർഷി. വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് അയൽക്കൂട്ട അംഗങ്ങളെ സ്കൂളിലെത്തിച്ച് വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നതിനുള്ള കുടുംബശ്രീ ക്യാമ്പയിനാണ് തിരികെ സ്കൂളിൽ. വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് അയൽക്കൂട്ട അംഗങ്ങളെ സ്കൂളിലെത്തിച്ച് വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നതിനുള്ള കുടുംബശ്രീ ക്യാമ്പയിനാണ് തിരികെ സ്കൂളിൽ. കേരള കാർഷിക മേഖലകൾ തിരിച്ച് പോഷക പ്രാധാന്യമുള്ള വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതി പോഷക സമൃദ്ധി മിഷൻ. കേരളത്തിലെ കാർഷിക മേഖലകൾ തിരിച്ച് പോഷക പ്രാധാന്യമുള്ള വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതി പോഷക സമൃദ്ധി മിഷൻ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൃത്രിമ വെള്ളച്ചാട്ടമാണ് ഫ്ലോറ ഫാൻറ്റസി വളാഞ്ചേരി. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൃത്രിമ വെള്ളച്ചാട്ടം ഫ്ലോറ ഫാൻറ്റസി വളാഞ്ചേരി, മലപ്പുറം ജില്ലയിൽ. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6496 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാനുള്ള കുടുംബശ്രീ പദ്ധതിയാണ് ഉജ്ജീവനം. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6496 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനുള്ള കുടുംബശ്രീ പദ്ധതിയാണ് ഉജ്ജീവനം. കേരളത്തിലെ ആദ്യ നൈറ്റ് ലൈഫ് കേന്ദ്രം സ്ഥാപിതമായത് മാനവീയം വീഥി, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ നൈറ്റ് ലൈഫ് കേന്ദ്രം സ്ഥാപിതമായത് മാനവീയം വീഥി, തിരുവനന്തപുരം. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ജില്ല മലപ്പുറം. പാലക്കാട് 2-ാം സ്ഥാനവും കണ്ണൂർ 3-ാം സ്ഥാനവും നേടി.
മലപ്പുറം ജില്ല 1-ാം സ്ഥാനം, പാലക്കാട് 2-ാം സ്ഥാനം, കണ്ണൂർ 3-ാം സ്ഥാനം. 142 പോയിന്റുമായി കാഞ്ഞങ്ങാട് ദുർഗ HSS ആണ് സ്കൂൾ തലത്തിൽ 1-ാമത്. 142 പോയിന്റുമായി കാഞ്ഞങ്ങാട് ദുർഗ HSS ആണ് സ്കൂൾ തലത്തിൽ 1-ാമത്. നെതർലൻഡ് ആസ്ഥാനമായുള്ള കൺസൾട്ടിംഗ് സ്ഥാപനമായ BCI ഗ്ലോബൽ നടത്തിയ സർവേയിൽ ലോകത്തെ ഏറ്റവും ആകർഷണീയമായ വളരുന്ന 24 ടെക് നഗരങ്ങളുടെ പട്ടികയിൽ കേരളത്തിലെ നഗരമാണ് തിരുവനന്തപുരം. കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുപ്രകാരം സർക്കാർ സ്കൂളുകളിലെ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ 1-ാം സ്ഥാനമുള്ള സംസ്ഥാനം കേരളം. കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുപ്രകാരം സർക്കാർ സ്കൂളുകളിലെ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളം. 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയത് കെനിയൻ സംവിധായിക വനൂരി കഹിനു. 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയത് കെനിയൻ സംവിധായിക വനൂരി കഹിനു. ഔദ്യോഗിക വൃക്ഷം, പുഷ്പം, പക്ഷി, മൃഗം എന്നിവ പ്രഖ്യാപിക്കുന്ന ആദ്യ ജില്ല കാസർഗോഡ്. ഔദ്യോഗിക വൃക്ഷം, പുഷ്പം, പക്ഷി, മൃഗം എന്നിവ പ്രഖ്യാപിക്കുന്ന ആദ്യ ജില്ല കാസർഗോഡ്. ഔദ്യോഗിക വൃക്ഷം കാഞ്ഞിരം. ഔദ്യോഗിക വൃക്ഷം കാഞ്ഞിരം. ഔദ്യോഗിക പുഷ്പം ഔദ്യോഗിക വൃക്ഷം കാഞ്ഞിരം. ഔദ്യോഗിക പുഷ്പം പെരിയ പോളത്താളി. ഔദ്യോഗിക പക്ഷി വെള്ളവയറൻ കടൽപ്പരുന്ത്. ഔദ്യോഗിക മൃഗം കാൻഡോസ് ജയന്റ് സോഫ്റ്റ് ഷെൽ ടർട്ടിൽ, ശുദ്ധജല ആമ. കേരളത്തിലെ അധികാര വികേന്ദ്രീകരണം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ത്രിഭുവൻ യൂണിവേഴ്സിറ്റി ഏതു രാജ്യത്ത്? കേരളത്തിലെ അധികാര വികേന്ദ്രീകരണം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ത്രിഭുവൻ യൂണിവേഴ്സിറ്റി ഏതു രാജ്യത്ത്? നേപ്പാൾ. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ അമ്യൂസ്മെൻറ്റ് പാർക്ക് വിസ്മയ, കണ്ണൂർ. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ അമ്യൂസ്മെൻറ്റ് പാർക്കാണ് വിസ്മയ, കണ്ണൂർ. VS അച്യുതാനന്ദൻ്റെ 100-ാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ പുസ്തകമാണ് ഒരു സമരനൂറ്റാണ്ട്. പുസ്തകം പ്രകാശനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. VS അച്യുതാനന്ദൻ്റെ 100-ാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ പുസ്തകമാണ് ഒരു സമരനൂറ്റാണ്ട്. പുസ്തകം പ്രകാശനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൂർണ്ണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ വികസിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വിദ്യാർത്ഥി നിർമ്മിത ഉപഗ്രഹമാണ് VSAT. പൂർണ്ണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ വികസിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വിദ്യാർത്ഥി നിർമ്മിത ഉപഗ്രഹമാണ് VSAT. തിരുവനന്തപുരം പൂജപ്പുര എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികളാണ് ഉപഗ്രഹം നിർമ്മിച്ചത്. കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ അൾട്രാ വയലറ്റ് റേഡിയേഷനുകളുടെ സ്വാധീനം നിരീക്ഷിക്കലാണ് ഈ ഉപഗ്രഹത്തിൻ്റെ ലക്ഷ്യം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് നടത്തിയ പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ചാണ്ടി ഉമ്മൻ. UDF സ്ഥാനാർത്ഥിയായ ചാണ്ടി ഉമ്മനാണ് വിജയിച്ചത്. പുതുപ്പള്ളി. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ പേര്? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ പേര് NV കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം, തിരുവനന്തപുരം. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ പേര് NV കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം. കേരളം ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കൊച്ചി. കേരളം ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ശാസ്ത്ര കോൺഗ്രസിന് വേദിയാവുന്നത് കൊച്ചി. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് സ്പേസ്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് സ്പേസ്. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായി കുട്ടികളിലെ രോഗം തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന ക്യാമ്പയിനാണ് ബാലമിത്ര 2.0. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായി കുട്ടികളിലെ രോഗം തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ക്യാമ്പയിനാണ് ബാലമിത്ര 2.0. ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പരിപാടിയാണ്.
കഥകളി കലാകാരനായ കോട്ടക്കൽ ശിവരാമൻ്റെ ആത്മകഥയാണ് സ്ത്രൈണം. കഥകളി കലാകാരനായ കോട്ടക്കൽ ശിവരാമൻ്റെ ആത്മകഥയാണ് സ്ത്രൈണം. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോയിലുണ്ടായിരിക്കും. വീഡിയോ ഉപകാരപ്രദമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക.